ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ കപ്പയാണ്. അതിനാദ്യം കപ്പ കഴുകിയെടുക്കാം. കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതെടുത്ത് അതൊരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് ഉപ്പ്, കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിക്ക് വെള്ളം ഒഴിക്കുക. അതിൻ്റെ നേവക്ക വെള്ളം എടുത്ത് നമ്മൾ പാത്രം അടച്ചു വെച്ച് നമ്മൾ വേവിക്കുക. കപ്പ നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കപ്പ നന്നായിട്ടൊരു ഹാഫ് വേവ് ആവണം. നമ്മൾ കപ്പയെന്ന് ഉടച്ച് നോക്കുമ്പം അത് ചെറുതായിട്ടൊന്ന് ഉടയണം. നന്നായിട്ട് നമുക്ക് ഉടയുന്ന രീതിക്ക് വേണം കപ്പ കിട്ടാൻ. അതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് വേവിക്കാം. അപ്പോഴത്തേക്ക് അതിന് ചേർക്കേണ്ട കാര്യങ്ങൾ എടുക്കാം നമുക്ക്. അതിനായി ആവശ്യത്തിനൊരു 7-8 കൊച്ചുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ക്രഷ് ചെയ്താണ് എടുത്തേക്കുന്നത്, മിക്സിയിൽ വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ കപ്പ ഒരുവിധം വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഊറ്റിയെടുക്കാം. ആ വെള്ളം കളഞ്ഞ് ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഊറ്റിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ പരുവത്തിന് നമ്മൾ കിഴങ്ങും ഉടയുന്ന രീതിക്കായിരിക്കണം. കുറച്ച് ഉടച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യം 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ 1 ഗ്ലാസും കൂടെ ഒഴിക്കുന്നുണ്ട് തേങ്ങാപ്പാൽ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഇത് കുറുകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ചേർക്കാനുള്ള കടുക് വറുക്കാനുള്ളത് ആക്കാം. അതിലേക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. ആ പാനിലെ എണ്ണ ഒന്ന് ചൂടാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ആ കപ്പ കൂടെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് കടുക് ഇടുക. അത് നന്നായിട്ടൊന്ന് പൊട്ടണം. നന്നായിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കരിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം. അപ്പോഴത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് വറുത്ത് നമ്മുടെ ആ കപ്പയിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്.